യെസ് വെൽക്കം ബാക്ക്. മരണമാസ്, ബേസിൽ ജോസഫിൻ്റെ മരണമാസ്. ബേസിൽ ഒരു വെറൈറ്റി മേക്ക് ഓവറൊക്കെ നടത്തി വന്നൊരു പടം മരണമാസ്. ഈ സിനിമ ഒരു ഔട്ട്ലുക്കിംഗ് പോസ്റ്ററൊക്കെ ഞാൻ കണ്ട സമയത്ത് ഞാൻ കരുതി ഒരു ഫ്രീക്കന്മാർ, ഇപ്പോഴത്തെ 2K കിഡ്സ് അവരുടെയൊക്കെ ഒരു വൈബിനൊത്തൊരു പടം ഒരുക്കുന്നത്. പക്ഷേ സംഭവം അതല്ല. സംഭവം വന്നിട്ടാണെങ്കിൽ ഒരു സീരിയൽ കില്ലർ കണ്ടിന്യൂസ് ആയിട്ട് മർഡർ ചെയ്യുന്ന ഒരാളുടെ ഒരു അത്തരം സബ്ജക്റ്റായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഈ സിനിമ എങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിവ് നമ്മുടെ സീരിയൽ കില്ലർ, സൈക്കോ കില്ലർ കണക്കത്തെ ഒരു സീരീസിനകത്തൊക്കെ വരുന്ന അത് കണക്കല്ല. കുറച്ച് ഹ്യൂമറിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുത്ത് അത്തരത്തിലുള്ള ഒരു സൈക്കോ കില്ലർ പടമാണ്, സീരിയൽ കില്ലർ പടമാണ് ഈ ഒരു പടം. സിനിമ ഒരു എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീരിയൽ കില്ലറിൻ്റെയൊക്കെ ഒരു എലമെൻറ്റ് കൊണ്ടുവന്നെങ്കിൽ പോലും അതിനൊന്നൊരു ഒരു വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഇല്ല. നമ്മൾ അത്രയും ഒരു ലെവലിൽ ഈ പടത്തിനെ പറ്റി പറയേണ്ട. ഹ്യൂമറിനെ അതിന് ഒരുപാട് പ്രാധാന്യം കൊടുത്ത് നിൽക്കുകയാണ്. രാജേഷ് മാധവനാണ് ഇതിനകത്ത് സൈക്കോ സീരിയൽ കില്ലറായിട്ട് വന്നിരിക്കുന്നത്. സൈക്കോ അല്ല, സീരിയൽ കില്ലറായിട്ട് വന്നിരിക്കുന്നത്. ബേസിൽ ജോസഫ് ഒരു നാട്ടിൽ തന്നെ ഭീഷണിയായിട്ടുള്ള ആളാണ്. അതിൻ്റെ പ്രണയം അങ്ങനെ ഒരുപാട് കഥകൾ കാണിക്കുന്നുണ്ട്. ഇച്ചിരി പ്രായമായ വയസ്സായ ആൾക്കാരെയൊക്കെ മാത്രമാണ് ഈ സീരിയൽ കില്ലർ കൊണ്ടുപോയി കൊല്ലുന്നത്. അല്ലാതെ ഗേൾസിനെയോ ബോയ്സിനെയോ യങ്സ്റ്റേഴ്സിനെയോ ഒന്നും ടാർഗറ്റ് ചെയ്യുന്നില്ല. ഓൺലി പ്രായമായ ആൾക്കാർ, അവരെ കൊണ്ടുപോയി ഒരു വാഴപ്പഴം വായത്തിരികെ കൊടുത്ത് അവരെ അങ്ങ് കൊല്ലുക, അവരെ നാവ് വലിച്ചെടുക്കുക, അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ. ഈ സിനിമ 2 മണിക്കൂറോളം ഉണ്ടെങ്കിൽ പോലും വ്യക്തമായ ഒരു ക്ലാരിറ്റി തന്നില്ല. എന്തിനാണ് ഇയാൾ ഇദ്ദേഹം കാണിക്കുന്നത്? അപ്പോൾ അവസാനം ഒരു മൈന്യൂട്ട് രംഗം കാണിച്ചാണ് ഇദ്ദേഹം ഒരു എന്താണ് മോട്ടീവ് എന്ന് കാണിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ സുരേഷ് കൃഷ്ണ റോൾ ചെയ്യുന്നുണ്ട്. നീ പോസിനെ പറഞ്ഞ് മനസ്സിലാക്കുക, ഞാൻ ഇപ്പോൾ വരാം, അമ്മ റേഞ്ചൊരു കഥാപാത്രം, അങ്ങനെ ഒരു ഹാസ്യപരമായിട്ടൊരു കഥാപാത്രം. പിന്നെ ബാബു ആൻ്റണി ഒരു ഡോഗ് ലവർ. സിജു സണ്ണിയുണ്ട്. സിജു സണ്ണിയാണ് ഇതിൻ്റെ ഒരു തിരക്കഥ തയ്യാറാക്കുന്ന കഥയൊക്കെ അദ്ദേഹത്തിൻ്റെയാണ്. തിരക്കെടുക്കുന്നത്. പക്ഷേ സിജു സണ്ണിയുടെ ഒരു പെർഫോമൻസ് വെച്ച് കഴിഞ്ഞാൽ ഒരു അടഞ്ഞ പെർഫോമൻസ്. പുള്ളി ഒട്ടും ആക്റ്റീവ് അല്ല, ഒന്നും അല്ലാതെ ഒരു സ്ലോ വൈബ് കഥാപാത്രം വെച്ചിരിക്കണം. പിന്നെ അങ്ങനെ കുറേ താരങ്ങളൊക്കെ വരുന്നുണ്ട്. നായിക ഉണ്ട് ഇതിനകത്ത്. നായിക കിടു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഒരു അപ്പാപ്പനുണ്ട്. ആ അപ്പാപ്പൻ്റെ ഒരു കഥ കൂടെയാണ് ഈ സിനിമ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യം വെച്ച് ഒരു 2-2.5 മണിക്കൂറൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റിയൊരു പടം. പക്ഷേ ഒരു ഭയങ്കര സീരിയൽ കില്ലർ പടമാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു എൻ്റർടൈൻമെൻറ്റ് പടം, അത്യാവശ്യം കോമഡിക്കൊക്കെ പ്രാധാന്യം കൊടുത്ത് എൻ്റർടൈൻമെൻറ്റ് പടമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ മരണമാസ് എന്നൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെന്നുള്ള കാര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊരു എൻജോയ്മെൻറ്റിന് വേണ്ടി, ഒരു വൈബിന് വേണ്ടി എടുത്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മരണമാസിനെ പറ്റിയുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ. തരക്കേടിലത്തൊരു ഹാസ്യപ്പടം പറയാം. ഒരിക്കലും ഒരു നല്ല സീരിയൽ കില്ലർ സബ്ജക്റ്റ് ഒരിക്കലും തന്നെ പറയാൻ വേണ്ടി പറ്റൂല. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഒരു 2-2.5 മണിക്കൂർ ഒരു എൻജോയ്മെൻറ്റ് കൂടെ കാണാൻ വേണ്ടി പറ്റിയൊരു പടമാണ് ഈ ഒരു മരണമാസം എന്ന ഈ സിനിമ. ഇത്രയുള്ളൂ പറയാനായിട്ട്.